നമസ്കാരം. പുടിൻ ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം എന്ന് വിളിക്കപ്പെട്ട റഷ്യയുടെ യുക്രൈൻ അധിനിവേശം പുടിന്റെ വഴിയെ അവസാനിക്കാൻ പോകുന്നു. നാറ്റോ അംഗത്വമടക്കം റഷ്യക്കെതിരായ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾക്കെതിരായ പ്രകോപനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത്. അമേരിക്കയും നാറ്റോ അംഗരാജ്യങ്ങളും പിന്തുണച്ച് ആയുധ സഹായം അടക്കം നേടിയെടുത്ത് ഒരു വൻ രാഷ്ട്രത്തോട് പോരാട്ടത്തിന് യുക്രൈനും അന്ന് ഇറങ്ങിത്തിരിച്ചു. എന്നാൽ റഷ്യക്കത് ഭാവിയുടെ നിലനിൽപ്പിന്റെ യുദ്ധം കൂടിയായി മാറുകയായിരുന്നു. യുക്രൈനിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ പലതും പിടിച്ചെടുത്തു. എങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പിന്തുണയും അമേരിക്കയുടെ ആയുധ പിന്തുണയും സെലൻസ്കിക്ക് തുടർന്ന് മുന്നോട്ട് യുദ്ധം തുടരാനുള്ള പ്രചോദനം തന്നെ നൽകി. യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് കൂടിയായപ്പോൾ യുദ്ധമല്ലാതെ സെലൻസ്കിക്ക് അത് അവസാനിക്കാൻ ഉള്ള ഒരു സാധ്യതയും ആലോചിക്കാനേ വഴിയില്ലായിരുന്നു. റഷ്യയുടെ അധിനിവേശം പക്ഷേ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ട്രംപ് വന്നതോടെ അമേരിക്കയുടെ ആയുധ സഹായത്തിൽ കുറവുണ്ടായി. യുദ്ധത്താൽ വെറിപൂണ്ടയാൾ എന്നുപോലും സെലൻസ്കിക്കെതിരെ റഷ്യൻ അനുകൂലികൾ പ്രചരണം നടത്തി. ഒടുവിൽ ട്രംപിന്റെ 28 സമാധാന നിർദ്ദേശം 19 പരിഷ്കരിക്കപ്പെട്ട നിർദ്ദേശങ്ങളായി സെലൻസ്കി അംഗീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഇതിനാണോ യുദ്ധം ഇതുവരെ തുടർന്നിരുന്നത് എന്നുള്ള ചോദ്യം പല രീതിയിൽ ഉയരുന്നുണ്ട്. ഇതെല്ലാം യുക്രൈൻ ഉപേക്ഷിക്കുകയാണ്. റഷ്യ എന്തിനു വേണ്ടിയാണോ യുദ്ധം തുടങ്ങിയത് ആ തീരുമാനത്തിലേക്ക് യുക്രൈൻ എത്തിക്കഴിഞ്ഞു എന്ന് വാർത്തകൾ. ആ അർത്ഥത്തിൽ ട്രംപിന്റെ സമാധാന കരാർ സെലൻസ്കി അംഗീകരിക്കുമ്പോൾ പുടിന്റെ ചിരിയാണ് ഉയർന്നു നിൽക്കുന്നത്. യുഎസിന്റെ സമാധാന കരാർ ആഴത്തിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് പോയേക്കാം എന്ന് സെലൻസ്കി പറഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിർണായകമായ നീക്കത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും പ്രസിഡന്റ് ട്രംപിൽ നിന്നും കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കുന്നു. പലതും അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. റഷ്യയുടെ 4 വർഷത്തോളം നീണ്ട അധിനിവേശം അവസാനിപ്പിക്കാനുള്ള US പദ്ധതിയുടെ ആദ്യഘട്ടം പക്ഷേ റഷ്യയ്ക്ക് അനുകൂലം ആണ് എന്നതാണ് വാർത്തകൾ. ഈ വിമർശനം തുടക്കത്തിൽ തന്നെ ഉയർന്നതുമാണ്. എന്നാൽ അത് പരിഷ്കരിച്ചു എന്നാണ് ട്രംപിന്റെ ഓഫീസിന്റെ വാദം. അതുവഴിയാണ് സഞ്ചരിക്കുന്നത് എന്ന് സെലൻസ്കിയും പറയുന്നു. US നേതാക്കളുമായി യുക്രൈൻ പ്രതിനിധികൾ ജനീവയിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് സമാധാന പദ്ധതി യുക്രൈന് കൂടി സ്വീകാര്യമായ നിലയിലേക്ക് മാറ്റപ്പെട്ടത്. ഇങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ എന്താണ് എന്നത് മാത്രം വിവരമായി പുറത്തു വന്നിട്ടില്ല. അതേസമയം ട്രംപിന്റെ 28 നിർദ്ദേശങ്ങൾ 19 നിർദ്ദേശങ്ങളിലേക്ക് ചുരുക്കി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ സമാധാന പദ്ധതിയുമായി മുന്നോട്ടു പോകാം എന്ന നിലപാട് സെലൻസ്കി വ്യക്തമാക്കിയതോടെ യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് ലോകം. ഇതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഒരു പ്രസ്താവനയും കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന നിലപാട് അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. അതിനിടയിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ചർച്ചകൾക്കായി തന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിനെ പുടിനുമായുള്ള ചർച്ചയ്ക്ക് മോസ്കോയിലേക്ക് അയക്കും എന്നുള്ള നിലപാടും ട്രംപ് വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസം കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, അത് പരിഹരിക്കപ്പെടും എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. 2025 നവംബർ 25 US ഭരണകൂടം 28 സമാധാന കരാർ മുന്നോട്ട് വെച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഇടപെടലുകളിലെ അവസാനത്തെ അധ്യായം. യുക്രൈനിലെ ധാതു നിക്ഷേപത്തിൽ ട്രംപിനും അദ്ദേഹത്തിന്റെ കമ്പനിക്കും അമേരിക്കൻ കമ്പനികൾക്കും കണ്ണുണ്ട് എന്ന് ആദ്യം മുതലേ വാർത്തകളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ യുദ്ധം ആർക്ക് അനുഗുണമായാലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് അന്നേ വ്യക്തമായതാണ്. അങ്ങനെയാണ് ഒടുവിൽ റഷ്യക്ക് അനുകൂലമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരിഹാരത്തിലേക്ക് ട്രംപ് എത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. ആദ്യം ഇതിനൊരു ഘട്ടമുണ്ടായിരുന്നു. ട്രംപ് ആദ്യം സെലൻസ്കിയെ വിളിച്ച് അപേക്ഷിച്ചു, പിന്നെ സെലൻസ്കിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അത് കഴിഞ്ഞ് പുടിനെ വിളിച്ച് ചർച്ച നടത്തി. പുടിൻ ഒരടി പിന്നോട്ടില്ലെന്ന് ഉറച്ചു നിന്നു. സെലൻസ്കി നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള നിലപാടിൽ നാറ്റോ അംഗത്വത്തിൽ നിന്നും വിട്ടുവീഴ്ചയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിന്നു. മാത്രമല്ല റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കിട്ടണം എന്നുള്ള വാദവും, ഈ 2 വാദങ്ങളിൽ ഉറച്ചാണ് ചർച്ചകൾ എപ്പോഴും പൊളിഞ്ഞത്. ഒടുവിൽ സമാധാന പദ്ധതി തന്നെ ഉപേക്ഷിച്ചതായി ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ട്രംപ് 28 സമാധാന കരാർ മുന്നോട്ട് വെച്ചു. വേഗത്തിലുള്ള പരിഹാരമാണ് ലക്ഷ്യം എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. പക്ഷേ കരാറിലെ വ്യവസ്ഥകൾ യുക്രൈനിന്റെ നിലപാടുകൾക്കെതിരാണ് എന്നും റഷ്യക്ക് അനുകൂലമാണ് എന്നും വിമർശനം ഉയർന്നു. എന്നാൽ അതിനുശേഷം നടന്ന നിർണായക ചർച്ചകൾക്ക് ശേഷമാണ് 19 പോയിന്റുകളിലേക്ക് എത്തിയത്. ആ 19 പോയിന്റുകൾ 19 എണ്ണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1. ഭൂമി വിട്ടുകൊടുക്കൽ. യുക്രൈൻ ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, ക്രിമിയ മേഖലകൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം. അതായത് റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം. യുക്രൈൻ ആദ്യം ഇത് ശരിയല്ല എന്ന് വാദിച്ചു, പക്ഷെ പിന്നീട് അംഗീകരിച്ചു. രണ്ടാമത്തേത് ക്രിമിയ അംഗീകാരം.
ക്രിമിയ റഷ്യയുടേതായി അംഗീകരിക്കണം എന്നുള്ളത് യുക്രൈനെ സംബന്ധിച്ച് നയപരമായ ഒരു തീരുമാനമാണ്. റഷ്യയുടെ 2014 കൂട്ടിച്ചേർക്കലിന് ഇതിലൂടെ സാധൂകരണം ലഭിക്കുകയാണ്. സെലൻസ്കി ആദ്യം ഇത് തള്ളിക്കളഞ്ഞു, ഇത് നിയമലംഘനമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു. റഷ്യയുടെ വാദം അവിടെ യാഥാർത്ഥ്യമാവുകയാണ്. മൂന്നാമത്തേത് നാറ്റോ അംഗത്വ നിഷേധം. 20 വർഷം ന്യൂട്രൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കരാർ പ്രകാരം യുക്രൈന് മുന്നിലുള്ളത്. അതായത് നാറ്റോ അംഗത്വം നിലവിൽ തീരുമാനിച്ചിരുന്നത് പോലെ യുദ്ധത്തിന് മുമ്പ് നാറ്റോ അംഗത്വം ഇപ്പോൾ കിട്ടും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് യുക്രൈൻ നാറ്റോ അംഗത്വം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് ഇതിൽ ചേരരുത് എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം. ചേർന്നാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ചേരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് യുദ്ധം ആരംഭിച്ചത് എന്ന് നമുക്കറിയാലോ. ഈ ഘട്ടത്തിൽ ഇതിനെ ആദ്യം റഷ്യയുടെ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് സെലൻസ്കി പറഞ്ഞത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ട്രംപിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയായി അതും യുക്രൈൻ അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് സൈന്യത്തെ കുറക്കൽ. യുക്രൈനിൻ്റെ സൈന്യം, നിലവിലെ സൈന്യ ശക്തി 50% കുറക്കണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം. 1.5 ലക്ഷം സൈനികരായി പരിമിതപ്പെടുത്തണം. യുക്രൈൻ സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞ ആദ്യം ഇത് തള്ളിക്കളഞ്ഞുവെങ്കിലും പരിഷ്കരണത്തോടെ അംഗീകരിച്ചു. ഇത് സൈനിക ശക്തി കുറക്കാം എന്ന് അംഗീകരിച്ചു. അടുത്തത് ഉപരോധങ്ങളിൽ ഇളവ്. US യൂറോപ്യൻ ഉപരോധങ്ങൾ കുറക്കണമെന്ന റഷ്യയുടെ ആവശ്യമാണ്. റഷ്യയുടെ എണ്ണ വ്യാപാരം പുനഃസ്ഥാപിക്കൽ, യൂറോപ്പ് റഷ്യൻ സാമ്പത്തിക നില ബന്ധം ശക്തിപ്പെടുത്തൽ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ ഈ സാഹചര്യമുണ്ട്. അതായത് റഷ്യക്കെതിരായി യൂറോപ്പ് മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഉപരോധം പിൻവലിക്കണം, ഇളവ് വേണം എന്ന് റഷ്യ ആവശ്യപ്പെട്ടു. അത് അംഗീകരിക്കുകയാണ്. യുക്രൈനും അംഗീകരിച്ചു. മറ്റൊന്ന് പ്രാദേശിക സമാധാനം. യുക്രൈൻ റഷ്യ അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ഗ്യാരണ്ടിയാണ്. അതായത് പലയിടത്തും റഷ്യ യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ സംഘർഷമുണ്ട്. അത് അവസാനിപ്പിക്കാൻ, സുരക്ഷിതമാക്കാൻ US ഗ്യാരണ്ടി നിൽക്കുകയാണ്. മറ്റൊന്ന് തടവുകാരുടെ കാര്യമാണ്. എല്ലാ യുദ്ധ തടവുകാരെയും സിവിലിയന്മാരും കുട്ടികളും അടക്കമുള്ളവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം. അത് ആദ്യം സെലൻസ്കി സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് അതിൽ മടിച്ചു നിന്നെങ്കിലും പിന്നീട് പൂർണ്ണമായി അംഗീകരിച്ചു. മറ്റൊന്ന് സാമ്പത്തിക പുനർനിർമ്മാണമാണ്. യുക്രൈന് പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുക, റഷ്യക്ക് ഗ്ലോബൽ ഇക്കണോമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. യുക്രൈൻ ഇത് അംഗീകരിച്ചു. സെക്യൂരിറ്റി ഗ്യാരണ്ടി. US യുക്രൈന് സുരക്ഷാ ഉറപ്പ് നൽകി. നിലവിൽ പല ആയുധ സഹായവും മറ്റ് സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇനിയും സുരക്ഷാ ഉറപ്പ് നിലനിൽക്കും. അത് പുതുതായി വേണ്ടുന്ന ഘട്ടങ്ങളിൽ നൽകുമെന്ന് അമേരിക്ക ഉറപ്പ് നൽകുന്നു. മറ്റു പോയിന്റുകൾ: സാമ്പത്തിക പുനരധിവാസം, റഷ്യൻ സാമ്പത്തിക പുനഃസ്ഥാപനം, യൂറോപ്യൻ സുരക്ഷാ ഗ്യാരണ്ടി, റഷ്യൻ സുരക്ഷാ ഗ്യാരണ്ടി, ഭൂമി അംഗീകാരം, സമാധാന മോണിറ്ററിംഗ്, UN പങ്ക്, യൂറോപ്യൻ റീബിൽഡ് ഫണ്ടിൽ, ഇങ്ങനെ 19 പോയിന്റുകൾ. ഇതെല്ലാം പരിഷ്കരിക്കപ്പെട്ടു. പിന്നീട് യുക്രൈൻ അംഗീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മൊത്തത്തിൽ ഈ പോയിന്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ റഷ്യ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും പറഞ്ഞിരുന്നത്. അന്ന് യുക്രൈൻ ഇത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. യുക്രൈനും സെലൻസ്കിക്കും ഈ റഷ്യയുടെ നിർദ്ദേശങ്ങൾ അന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. മാത്രമല്ല, നാറ്റോ അംഗരാജ്യങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നാകെ, അമേരിക്ക ഒന്നാകെ തങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു അതിമോഹം സെലൻസ്കിയെ മുന്നോട്ട് നയിച്ചു. ഒപ്പം ആഭ്യന്തരമായി യുക്രൈനിൽ പ്രസിഡന്റ് പദവി നഷ്ടപ്പെടുന്ന കാലയളവ് കഴിഞ്ഞതിന് ശേഷം അത് നിലനിർത്താനുള്ള ഒരു കുറുക്കു വഴിയായും സെലൻസ്കി ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു വിമർശനം. യുദ്ധത്തിൽ ആരെന്ത് നേടി എന്നുള്ള പരിശോധന പ്രസക്തമാവുന്നത് ഇവിടെയാണ്. കരാർ റഷ്യയുടെ പല നിലപാടുകളും അംഗീകരിക്കുന്നുണ്ട്. പുട്ടിൻ്റെ 2022 ആവശ്യങ്ങൾ സമഗ്രമായി തന്നെ അദ്ദേഹം നേടിയെടുത്തു എന്നൊരു പരിധിവരെ പറയാൻ കഴിയുന്ന കാര്യമാണ്. പുട്ടിനും റഷ്യയും എന്താവശ്യപ്പെട്ടോ അതെല്ലാം നേടിയെടുത്തു എന്നർത്ഥം. കൂടാതെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കുകയും വേണ്ട. പെട്ടെന്നുള്ള പ്രകോപനം. നാറ്റോ അംഗത്വമായിരുന്നു യുദ്ധത്തിനുള്ള. നാറ്റോ അംഗത്വം കൊടുക്കാൻ ഭൂരിപക്ഷം അംഗരാജ്യങ്ങളും തയ്യാറാവുകയും സെലൻസ്കി റഷ്യയെ വെല്ലുവിളിച്ച് അതിലേക്ക് തിരിയുകയും ചെയ്തു. നാറ്റോ അംഗത്വം ചില്ലറ കാര്യമല്ല, റഷ്യയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ് എന്നതാണ് പുട്ടിനെ സംബന്ധിച്ച് ആശങ്ക. നേരത്തെ തന്നെ റഷ്യയെ വെല്ലുവിളിച്ച് നടക്കുകയായിരുന്ന സെലൻസ്കി നാറ്റോയുടെ പിന്തുണ കൂടിയായാൽ ആയുധ സഹായവും യഥേഷ്ടം ലഭിക്കുന്നതോടെ റഷ്യക്ക് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടും, പ്രകോപനം ആരംഭിക്കും എന്ന് പുട്ടിനും കരുതി. അതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. അധിനിവേശം എന്ന് പറയാവുന്ന വിധത്തിൽ യുദ്ധം ആരംഭിച്ചത്. ഒപ്പം നേരത്തെ തന്നെയുള്ള പല കാരണങ്ങൾ നിരത്തി റഷ്യ. എന്തായാലും 4 വർഷത്തിന് ശേഷം സമാധാന കരാർ ഒപ്പിടുമ്പോൾ യുക്രൈനും സെലൻസ്കിയും മുന്നോട്ട് വെച്ച വാദങ്ങൾ പൊളിയുകയാണ്.
യുദ്ധം അവസാനിച്ചാൽ യുക്രൈനിൽ സെലൻസ്കിയുടെ നില എന്താകും എന്നതാണ് അടുത്ത ആകാംക്ഷ. അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് സെലൻസ്കി അടിയന്തരാവസ്ഥയുടെ ബേസിൽ. യുദ്ധം അധികാരം നിലനിർത്താനുള്ള കാരണമായി മാറി എന്നർത്ഥം. ഏകദേശം നെതന്യാഹുവിനെ പോലെ തന്നെ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പോലെ തന്നെ ഇപ്പോൾ റഷ്യക്ക് മേൽക്കൈയുള്ള ഒരു കരാർ അംഗീകരിക്കപ്പെടുമ്പോൾ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ ത്യാഗത്തിന്, ഈ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം ഒന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന സഹന ശക്തിയുടെ കാലത്ത് മുന്നോട്ടു പോയ കാലത്തിന് ആരു മറുപടി പറയും എന്ന ചോദ്യത്തെയും സെലൻസ്കിക്ക് ആഭ്യന്തരമായി നേരിടേണ്ടി വരും. എന്തൊക്കെ സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.